പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാരോട്, എന്നെ വേല കേൾക്കുന്ന ഉപ്പമാരോട് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരു കാര്യം. നമ്മൾ മറ്റൊരാളോട് കടം വാങ്ങാൻ സമയം കണ്ടെത്തുന്നവരാണ് പലരും, അല്ലേ? കടം വാങ്ങലില്ലേ? കടം വാങ്ങാതെ തന്നെ ഇസ്സത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരുപാട് ഇരുമ്പുകൾ തലയിൽ വെച്ചു, പക്ഷേ കടത്തേക്കാൾ ഭാരമുള്ള ഒരു ഇരുമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ കടം വാങ്ങൽ ചിലപ്പോൾ ജീവിതത്തിൽ അത്യാവശ്യമായ ചില മേഖലകളിൽ ആവശ്യം വരും. വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് നല്ല ബോധം വേണം. കൊടുക്കുന്നതിനെ കുറിച്ച് നല്ല ബോധം വേണം. വാങ്ങുന്ന സമയത്ത് തന്നെ അത് കിട്ടിയാൽ പിന്നെ നമുക്ക് ആവശ്യം പോലെ ഒക്കെ ആക്കാം എന്ന ചിന്താഗതിയാണെങ്കിൽ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടതുപോലൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണെങ്കിൽ, പിന്നീട് ചോദിക്കുമ്പോൾ വെറുപ്പ് പിടിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ, വിചാരിച്ചതുപോലെ നടക്കാത്തതിന്റെ പേരിൽ കടം തന്നവൻ നമ്മളോട് വെറുപ്പ് പിടിക്കുമ്പോൾ തിരിച്ച് ഞാനെന്താ നിന്റെ പൈസ എടുത്ത് എവിടേക്ക് പോകാനാണ്, 2 ദിവസം വൈകുമ്പോഴേക്ക് നീ എങ്ങനെ വെറുപ്പ് പിടിച്ചാലോ എന്ന് ചോദിക്കുന്ന കടം തന്നവനോട് വെറുപ്പ് കാണിക്കുന്ന ശൈലി ഉണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. മറിച്ച് എല്ലാം തന്ന രാജാവായ റബ്ബ്, ആ റബ്ബ് എനിക്ക് ഇതുവരെ എല്ലാം തന്നിട്ടുണ്ട്. ഞാൻ ആ കടം വാങ്ങുന്ന സമയത്തും എൻ്റെ മൈൻഡിൽ ഉണ്ടാകേണ്ടത്, അല്ലാഹ് ഇത് കൃത്യമായ സമയത്ത് എനിക്ക് കൊടുക്കാൻ കഴിയണം. എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഞാൻ പല വഴികളും കാണുന്നുണ്ട്, അവിടെയൊക്കെ നീ തന്നെ ഇതുവരെ സഹായിച്ചതിനേക്കാൾ ഞാൻ ഇവനോട് കടം വാങ്ങുമ്പോ നീ സഹായിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്ന നിലക്ക് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടാണെങ്കിൽ, അത് കൊടുക്കണം എന്ന നീയത്തോടെയാണ് നീ വാങ്ങുന്നതെങ്കിൽ, നിനക്ക് കൊടുക്കാനുള്ള വഴി തുറന്നു തരാൻ അള്ളാഹ്ക്ക് ഞെരുക്കമില്ല, അള്ളാഹ്ക്ക് പ്രയാസമില്ല. അതിനെന്ത് വേണം? വാങ്ങുന്ന സമയത്ത് എന്നെ കൊടുക്കണം എന്നുള്ള ചിന്താഗതി വേണം. വാങ്ങുന്ന സമയത്ത് തന്നെ ഇത് കൊടുക്കാനുള്ളതാണ് എന്നുള്ള ആലോചന വേണം. വാങ്ങുന്ന സമയത്ത് തന്നെ ഇത് അവന്റെ ഹക്കാണ്, എന്റെ ഹക്കല്ല, അവൻ എനിക്ക് തന്ന സഹായമാണ്, ഈ ഹെൽപ്പിനെ ഞാൻ ഒരിക്കലും മറക്കരുത് എന്നുള്ള ചിന്ത വേണം. അതിന്റെ പേരിലാണ് നമ്മളോട് അങ്ങനെ ഒരുത്തൻ കടം തന്നാൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കൊടുത്തവൻ ആവശ്യപ്പെടാതെ തന്നെ വാങ്ങിയവൻ സിയാദത്ത് കൊടുക്കുമ്പോൾ സിയാദത്തോടെ കൊടുക്കൽ, അല്പമെങ്കിലും കൂട്ടിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ കൂട്ടിക്കൊടുക്കൽ സുന്നത്താണ്. എങ്ങനെ? കടം വാങ്ങിയാൽ കടം വാങ്ങിയവൻ തിരിച്ചു കൊടുക്കുമ്പോൾ കടം തന്നവൻ ആവശ്യപ്പെട്ടിട്ടല്ല, അല്ലാതെ തന്നെ കടം വാങ്ങിയവന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അല്പം കൂടുതലാക്കിയിട്ട് കൊടുക്കൽ സുന്നത്താണ്. അതേ സ്ഥാനത്ത് കടം കൊടുക്കുന്നവൻ ഡിമാൻഡ് വെച്ചാലോ അത് ഹറാമാണ്, പലിശയാണ്, റിബയാണ്. അതുകൊണ്ട് ആമാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു കടം വാങ്ങിയവന്റെ ബിൽഡിങ്ങിന്റെ തണലിൽ നിൽക്കുമ്പോൾ പേടിച്ചു പോയി. പടച്ച റബ്ബേ, എനിക്ക് കടം തരാനുള്ള ആളെ ബിൽഡിംഗ് ആണല്ലോ ഇത്, ഇയാളെ ബിൽഡിങ്ങിന്റെ തണല് കൊണ്ടാൽ ആ ബിൽഡിങ്ങിന്റെ തണല് പലിശയായി പോകുമോ? കാരണം എന്താണ്? പലിശ വളരെ ഗൗരവമേറിയൊരു സംഗതിയാണ്. എന്താണ് ഗൗരവം എന്നല്ലേ? ലഅനല്ലാഹു ആകിലഹു വമൂകിലഹു, തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അല്ലാഹ് ശപിച്ചിട്ടുണ്ടെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന അലൈഹിസ്സലാം ഒറ്റക്ക് ആരുമില്ലാത്ത മരുഭൂമിയിൽ കിണറിലേക്ക് താഴ്ത്തപ്പെടുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള തവക്കുൽ എന്നാണ്? എനിക്ക് ഇതുവരെ തന്നത് എന്റെ വാപ്പ മുഖേനയാണ്, ഇതുവരെ എനിക്ക് കിട്ടിയതെല്ലാം എന്റെ ഉമ്മ മുഖേനയാണ്, ഇതുവരെ എനിക്ക് കിട്ടിയതെല്ലാം എന്റെ സഹോദരങ്ങൾ മുഖേനയാണ്. പക്ഷെ തന്നവനാരാ? യഥാർത്ഥത്തില് ബാപ്പയല്ലല്ലോ, ഇതുവരെ തന്നത് ഉമ്മയല്ലല്ലോ, ഇതുവരെ തന്നത് സഹോദരൻ